നമസ്കാരം. 1967 മെക്സിക്കോയിലെ യുക്കാത്താൻ എന്നു പേരുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറിയ വിമാനത്താവളത്തിന്റെ റൺവേ പണിയുന്നതിനിടയിൽ യാദൃശ്ചികമായി നിർമ്മാണ തൊഴിലാളികൾ ഭൂമിക്കടിയിൽ ഒരു അറ കണ്ടെത്തുകയുണ്ടായി. ജീർണിച്ച അവസ്ഥയിലുള്ള കുറേയധികം മനുഷ്യ അവശിഷ്ടങ്ങളാണ് ഈ അറയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. മെക്സിക്കൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഹിസ്റ്ററിയിലെ ഗവേഷകർ സ്ഥലത്തെത്തുകയും ഇവ മുഴുവനുമായും കുഴിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടുള്ള നിരീക്ഷണങ്ങളിൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന 100-ലധികം വ്യക്തികളുടെ അവശിഷ്ടങ്ങൾ ഇതിലുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നരവംശ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് ഇത് ഒരു പുതിയ കാര്യമല്ല. മൺമറഞ്ഞുപോയ മെസോ അമേരിക്കൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ തേടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഖനനങ്ങൾ അവർക്ക് ഇടയ്ക്കിടെ നടത്തേണ്ടി വരാറുണ്ട്. മെസോ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ മധ്യ അമേരിക്കൻ എന്നാണ് അർത്ഥം. മെക്സിക്കോയിലും ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, ബെലീസ്, എൽ സാൽവഡോർ, നിക്കോരാഗെ, കോസ്റ്റാറിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുമായി കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് മെസോ അമേരിക്ക എന്ന് പറയുന്നത്. ഇവിടെ പുരാതന കാലത്ത് പ്രാദേശികമായി വളർന്നു വന്നിരുന്ന സംസ്കാരങ്ങളാണ് ഓൾമെക്, അസ്ഡെക്, ടോൾടെക്, സപ്പോടെക്, മായൻ പോലുള്ളവ. ഇവയെ പൊതുവെ നമ്മൾ മെസോ അമേരിക്കൻ സംസ്കാരങ്ങൾ എന്ന് പറയുന്നു. ഈ മെസോ അമേരിക്കൻ സംസ്കാരത്തിൽ തങ്ങൾ ആരാധിക്കുന്ന തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ജനങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മനുഷ്യബലി എന്നുള്ളത്. ഇവിടെ ഞാനിന്ന് പറയാൻ പോകുന്നത് മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ചിച്ചൻ ഇറ്റ്സ എന്നുള്ള ഒരു പുരാതന നഗരത്തെ കുറിച്ചാണ്. നൂറ്റാണ്ടുകളെടുത്ത് പണി കഴിപ്പിച്ച ഒരു നഗര രാജ്യമാണ് ചിച്ചൻ ഇറ്റ്സ, മായൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം. 16-ാം നൂറ്റാണ്ടിൽ ഗ്വാട്ടിമാലയിലെ ഒരു പ്രാദേശിക മായൻ ഭാഷയായ കിച്ചിൽ എഴുതപ്പെട്ട ഒരു പുരാലിഖിതമാണ് പൊപ്പിൾ പോഹ്. ഈ പുരാലിഖിതത്തിൽ പണ്ട് മായൻ വംശത്തിൽ വന്നു പിറന്ന ഇരട്ടകളായ ആൺകുട്ടികളെ വാഴ്ത്തി പറയുന്നുണ്ട്. ഹുനാപ്പുവും ഷെബലങ്കയും തങ്ങളുടെ പിതാവിനെയും പിതൃ സഹോദരനെയും മരണപ്പെടുത്തിയ പാതാളത്തിലെ ദേവന്മാരോട് ഏറ്റുമുട്ടി ജയിച്ചവരാണിവർ. മായൻ ഇതിഹാസത്തിൽ പാതാളത്തെ അല്ലെങ്കിൽ നരകത്തെ ഷിബാൽബ എന്നാണ് വിളിക്കുന്നത്. ഈ ഷിബാൽബയിലെ മരണത്തിന്റെ ദേവന്മാർ ഇവരുടെ പിതാവിനെയും പിതൃ സഹോദരനെയും മരണപ്പെടുത്തുന്നത് പോക്ടാ പോക് എന്നുള്ള ഒരു പന്തുകളിയിൽ തോൽപ്പിച്ചിട്ടാണ്. ഇതിനുള്ള പ്രതികാരമായി ഹുനാപ്പുവും ഷെബലങ്കയും പാതാളത്തിലെ ദേവന്മാരോട് ഏറ്റുമുട്ടുകയും അവരെ ഈ കളിയിൽ തോൽപ്പിക്കുകയും സ്വർഗത്തിൽ പോവുകയും ചെയ്തു എന്നാണ് പൊപ്പിൾ പോഹ് പറയുന്നത്. ഈ ഒരു വിശ്വാസത്തിന്റെ തുടർച്ചയെന്നോണം പോക്ടാ പോക് കളിക്കുവാനുള്ള ഒരു പന്തുകളി മൈതാനം മായൻ ജനത ചിച്ചൻ ഇറ്റ്സയിൽ പണ്ടേ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. 500 അടിയിലേറെ നീളവും 200 അടിയിലേറെ വീതിയുമുള്ള ഈ മൈതാനം ദി ഗ്രേറ്റ് ബോൾ കോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കൈകാൽ തലങ്ങൾ ഉപയോഗിക്കാതെ മറ്റുള്ള ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 4 കിലോഗ്രാമോളം ഭാരം വരുന്ന ഒരു റബ്ബർ പന്ത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കളിക്കേണ്ട ഒരു കളിയാണിത്. മായൻ ജനതയ്ക്കും അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന അവരുടെ മരണദേവന്മാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് പോക്ടാ പോക്. കാരണം ചിലപ്പോഴൊക്കെ ഈ ഒരു വിനോദത്തിന്റെ അവസാനം ഒരു ബലി നൽകപ്പെടാറുണ്ട്. ഈ ബലി നൽകപ്പെടുന്നത് തോറ്റവരെയോ ജയിച്ചവരെയോ അല്ലെങ്കിൽ യുദ്ധ തടവുകാരെയോ ആരെ വേണമെങ്കിലും ആകാം. മായൻ ജനതയുടെ വിശ്വാസത്തിൽ സ്വർഗത്തിലേക്ക് പോകുവാൻ 13 കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഈ കടമ്പകളൊന്നും കടക്കാതെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു വഴിയാണ് പരിപാവനമായി കണ്ടിരുന്ന ഈ ബലിച്ചടങ്ങുകൾ പലപ്പോഴും. മായൻ സംസ്കാരത്തിന്റെ ആവിർഭാവം ഏകദേശം 2000 BC അടുത്താണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംസ്കാരം അതിന്റെ ഔന്നത്യത്തിൽ എത്തിയിരുന്നത് 250 AD മുതൽ 900 AD വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മായൻ സംസ്കാരം നിലനിന്നിരുന്ന 40ഓളം നഗരരാജ്യങ്ങൾ മെസോ അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ നഗരരാജ്യങ്ങളെല്ലാം വളർന്നു വന്നതും നിലനിന്നതും ചില ശുദ്ധജല സ്രോതസ്സുകൾക്ക് അരികിലാണ്. ഈ ജലസ്രോതസ്സുകളെ സിനോഡ്സ് അഥവാ സിങ്ക് ഹോൾസ് എന്നാണ് വിളിക്കുന്നത്. ചുണ്ണാമ്പു കല്ലുകളാൽ ചുറ്റപ്പെട്ട ജലകിണറുകൾ. ഇവ മെക്സിക്കോയുടെ യുക്കാത്താൻ പ്രദേശത്ത് ധാരാളമായി ഉണ്ടായിരുന്നതാണ്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ഒരുപാട് പുരാവസ്തു ഗവേഷകരും നരവംശ ശാസ്ത്രജ്ഞരുമെല്ലാം ചിച്ചൻ ഇറ്റ്സയിൽ സന്ദർശിച്ച് പഠനം നടത്തുകയുണ്ടായി. ഈ ഒരു പഠനത്തിന്റെ വെളിച്ചത്തിൽ നഗരത്തിന്റെ വടക്കുഭാഗത്തുള്ള ഒരു വലിയ സിനോഡ് അഥവാ ജലകിണർ വളരെ പരിപാവനമായി മായൻ ജനത കണക്കാക്കിയിരുന്നതായി അവർ കണ്ടെത്തി. മഴയുടെയും മേഘങ്ങളുടെയും ഇടിമിന്നലിന്റെയും എല്ലാം ദൈവമായ ചാക്കനുള്ള വഴിപാടുകൾ മായൻ ജനത നടത്തിയിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഡ്വാർഡ് ഹെർബർട്ട് തോംസൺ എന്നു പേരുള്ള ഒരു US പുരാവസ്തു ഗവേഷകൻ ഈ സിനോട്ടിന്റെ അടിത്തട്ടിൽ നടത്തിയ തിരച്ചിലുകളിൽ മനുഷ്യന്റെ അസ്ഥികളും സ്വർണവും രത്നക്കല്ലുകളും മറ്റു വഴിപാട് വസ്തുക്കളുമെല്ലാം കണ്ടെത്തുകയുണ്ടായി.
ഇത് മനുഷ്യബലിയുമായി ബന്ധപ്പെട്ട് ചിച്ചൻ ഇറ്റ്സ നഗരത്തിൽ നടത്തിയ ആദ്യത്തെ കണ്ടെത്തലുകളായിരുന്നു. ഈ പരിപാവനമായ സിനോട്ടിൽ നിന്നും മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും അത് പഠിക്കുകയും ചെയ്തതോടുകൂടി ഗവേഷകർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവവിശ്വാസം പോലെ തന്നെ മരണവും സ്വയം ബലി നൽകുന്നതും എല്ലാം ശക്തവും ശ്രേഷ്ഠവുമായ വിശ്വാസങ്ങളായിരുന്നു മായൻ ജനത. ഇങ്ങനെയുള്ള ജലകിണറുകൾ പാതാളത്തിലേക്കുള്ള വഴികളാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവപ്രീതിക്ക് വേണ്ടി തങ്ങൾക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമെല്ലാം മൃഗങ്ങളെയും മനുഷ്യരെയും അടക്കം അവർ ഇവിടെ ദൈവത്തിന് വഴിപാട് നൽകിയിരുന്നു. മഴയുടെ ദൈവമായ ചാക് പ്രീതിപ്പെട്ടാൽ മാത്രമേ നല്ല മഴയും കൃഷിയിടങ്ങളിൽ നിന്നും നല്ല വിളവും ലഭിക്കുമായിരുന്നുള്ളൂ. മെയ്സ് അഥവാ ചോളം പ്രധാന ഭക്ഷണമായി കണ്ട് കൃഷി ചെയ്തിരുന്ന മായൻ ജനത തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കൊടുത്തിരുന്ന വസ്ത്രങ്ങളോട് കൂടി തന്നെ അടക്കം ചെയ്യുമായിരുന്നു. മൃതദേഹം അടക്കം ചെയ്യുന്ന സമയത്ത് അവരുടെ വായിലൊരു കഷ്ണം ചോളവും രത്നക്കല്ലുകളുമെല്ലാം വെച്ചാണ് അവർക്ക് വിട നൽകിയിരുന്നത്. കാരണം മരണത്തിന്റെ ദേവന്മാരോട് ഏറ്റുമുട്ടി നിൽക്കുവാനും നരകത്തിന്റെ 9 കടമ്പകൾ ഭേദിച്ച് രക്ഷപ്പെടുവാനും ആഹാരവും സമ്പത്തും ആവശ്യമായിരുന്നു. മായൻ മിത്തിലെ ഹുനാപൂനെയും ശബലങ്കയും പോലെ മരണത്തിന്റെ ദേവന്മാരോട് ഏറ്റുമുട്ടി ജയിച്ച് സ്വർഗത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് ഓരോരുത്തരെയും മായൻ ജനത യാത്രയാക്കിയിരുന്നത്. 1967 മെക്സിക്കോയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഹിസ്റ്ററിയിലെ ഗവേഷകർ കണ്ടെടുത്ത 100ഓളം പേരുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഒരു സീനോട്ടുമായി ബന്ധപ്പെട്ട ഒരു ഭൂഗർഭ കുഴിയിൽ നിന്നാണ്. ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കി കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഭൂരിഭാഗവും 3 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികളുടേതാണെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പുരാതന കാലത്തെ ഒരു അവശിഷ്ടം കുഴിച്ചെടുത്ത് അതിന്റെ കാലപ്പഴക്കം കണക്കാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് അഥവാ കാർബൺ 14 ഡേറ്റിംഗ് പോലുള്ള സാങ്കേതിക രീതികളാണ്. ഇത് ചെയ്യുന്നതിൽ കൂടി പണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു സസ്യ ജന്തു ജീവജാലങ്ങളുടെ ജീവിത കാലഘട്ടവും അവ മൺമറഞ്ഞു പോയിട്ട് എത്ര കാലമായി എന്നുമെല്ലാം കൃത്യമായി ശാസ്ത്രജ്ഞർക്ക് കണക്കാക്കാൻ സാധിക്കുന്നു. സ്റ്റേബിൾ ഐസോട്ടോപ്പ് അനാലിസിസ് പോലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് വഴി പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അയാളുടെ ഭക്ഷണക്രമവും വരെ കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുന്നു. ഇതിൽ നിരീക്ഷണം നടത്തിയ ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ആന്ത്രോപോളജിയിലെ ഗവേഷകർ പറയുന്നത് ചിച്ചൻ ഇറ്റ്സയിൽ ഇങ്ങനെ കുഴിച്ചെടുത്ത കുട്ടികളുടെ അവശിഷ്ടങ്ങൾ 600 AD-ക്കും 1100 AD-ക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നിന്നും ഉള്ളതാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു 500 കൊല്ലത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കുട്ടികളെ ഇവർ ബലി നൽകിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരിശോധനകളിൽ നിന്നും കുട്ടികളിൽ ഭൂരിഭാഗവും ഒരേ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെന്നും അവരിൽ തന്നെ ഈ 2 ഇരട്ടകളുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. മായരുടെ വിശ്വാസത്തിൽ ഹുനാപ്പുവും ശബലങ്കയും മരണത്തിന്റെ ദേവന്മാരെ ഏറ്റുമുട്ടി തോൽപ്പിച്ചവരും സ്വർഗത്തിൽ പോയവരുമാണ്. മായരുടെ പ്രധാന ഭക്ഷണമായ ചോളം ധാരാളമായി വിളയിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജനതയെ പട്ടിണിയില്ലാതെ കാക്കുന്നതും ഇവരാണ് എന്നൊരു വിശ്വാസവുമുണ്ട്. ഇങ്ങനെയുള്ള ശക്തമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന മായൻ ജനത തങ്ങളുടെ കൂട്ടത്തിൽ ഇരട്ടകൾ വന്നു പറഞ്ഞാൽ അവർ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹമാണെന്നും ഇവർക്കും ഹുനാപ്പൂനെയും ശബലങ്കയും പോലെ മരണത്തിന്റെ ദേവന്മാരെ തോൽപ്പിക്കാനും തങ്ങളുടെ ജനതയ്ക്ക് ഐശ്വര്യം കൊണ്ടുവരാനും കഴിയും എന്ന് അവർ വിശ്വസിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ബലികൾ അവർ നൽകിയിരുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം നിലനിന്നിരുന്നത് നഗരമധ്യത്തിലുള്ള എൽ കാസ്റ്റിയോ എന്ന പിരമിഡ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. മായരുടെ പ്രധാന ദൈവമായ കുക്കുൽഖാന്റെ ക്ഷേത്രമാണ് എൽ കാസ്റ്റിയോ. കുക്കുൽഖാൻ അഥവാ ഫെതേർഡ് സെർപ്പന്റ് ഗോഡ് തൂവലുകളുള്ള ചിറകുകളുള്ള ആകാശത്ത് യഥേഷ്ടം പറന്നു നടക്കുന്ന ഉരക രൂപത്തിലുള്ള ഒരു ദൈവമാണ്. പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെയും എല്ലാം പ്രധാന ദൈവമായി മായൻ ജനത വാഴ്ത്തിയിരുന്നത് കുക്കുൽഖാനെയാണ്. എൽ കാസ്റ്റിയോ എന്ന പിരമിഡ് ക്ഷേത്രത്തിന് 98 അടി ഉയരമുണ്ട്. 9 തട്ടുകളിലായാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 4 വശത്തുമായി 91 പടികൾ വീതവും മുകളിലുള്ള ക്ഷേത്രത്തിന്റെ ഒരു പടിയും അടക്കം മൊത്തം 365 പടികൾ. വടക്കു ഭാഗത്തുള്ള പടികൾക്ക് താഴെ 2 ഉരകത്തലകളും കൊത്തിവെച്ചിട്ടുണ്ട്. മായരുടെ വിശ്വാസത്തിൽ ചില പ്രത്യേക അവസരങ്ങളിൽ കുക്കുൽഖാൻ ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള വഴികളാണ് ഇത്. ആകാശത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരായിരുന്നു മായർ. എൽ കാസ്റ്റിയോ എന്നുള്ള പിരമിഡ് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഇങ്ങനെ ഒരു നിരീക്ഷണ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ഒരു നിരീക്ഷണ കണക്കിന്റെ അടിസ്ഥാനമാണ് ഇക്വിനോക്സസ് എന്നുള്ളത്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മീതെ വരുന്ന ഈ ഒരു പ്രതിഭാസം എല്ലാ കൊല്ലവും മാർച്ചിലും സെപ്റ്റംബറിലും നടക്കുന്നതാണ്. മാർച്ചിലേത് സ്പ്രിംഗ് ഇക്വിനോക്സ് അഥവാ വസന്തകാല ഇക്വിനോക്സ് എന്നും സെപ്റ്റംബറിലേത് ഓട്ടം ഇക്വിനോക്സ് അല്ലെങ്കിൽ ശരത്കാല ഇക്വിനോക്സ് എന്നും പറയുന്നു.
ഈ ഒരു സമയത്ത് പകലിനും രാത്രിക്കും ഒരേ ദൈർഘ്യമാണ് ഉണ്ടാവുക. ഇന്നേ ദിവസം വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്ന നേരം ക്ഷേത്രത്തിന്റെ വടക്കേ പടവുകളിൽ ഒരു നിഴലാട്ടം സംഭവിക്കുന്നു. മുകളിലുള്ള ക്ഷേത്രത്തിൽ നിന്നും കുക്കുൽഖാൻ ദൈവം വടക്കൻ പടവുകളിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രതീതി ഈ ഇക്വിനോക്സ് സമയത്ത് ഉളവാകുന്നു. ഇത് കാണുവാനും കുക്കുൽഖാൻ ദൈവത്തെ വാഴ്ത്തുവാനും അന്ന് മായൻ ജനത തിരക്ക് കൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് തിരക്ക് കൂട്ടുന്നത് ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളാണ്. വർഷാവർഷം 20 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ ചിച്ചൻ ഇറ്റ്സ സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. മായൻ സംസ്കാരത്തിന്റെ പോസ്റ്റ് ക്ലാസിക് പീരീഡ് എന്ന് പറയുന്നത് 900 AD മുതൽ 1500 AD വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് എൽ കാസ്റ്റിയോ എന്നുള്ള ഈ പിരമിഡ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഗവേഷകർ പറയുന്നത് ഈ ക്ഷേത്രത്തിന് താഴെ തന്നെ മറ്റു 2 ക്ഷേത്രങ്ങൾ കൂടി ഉണ്ടെന്നാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ മേലെ കാലങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു ക്ഷേത്രം പണിയെടുപ്പിച്ച ശേഷം അവസാനമായി ഇതിനു മേലെ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എൽ കാസ്റ്റിയോ എന്നുള്ളത്. ഇതിന് തെളിവായി ഗവേഷകർ എൽ കാസ്റ്റിയോ പിരമിഡിനകത്ത് ഒരു അൾത്താരയും കണ്ടെത്തി. പണ്ടത്തെ രാജാവിന്റെ ഇരിപ്പിടമെന്ന് കരുതുന്ന രത്നക്കല്ലുകൾ പതിച്ച ഒരു സിംഹാസനവും അവിടെയുണ്ട്. അതിനെ ഗവേഷകർ വിളിക്കുന്ന പേരാണ് റെഡ് ജാഗർ ത്രോൺ എന്ന്. ഈ ഒരു സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് പണ്ടുള്ള രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. ഇതിന്റെ മുൻപിലായി തന്നെ ചാക്മൂൾ എന്ന് വിളിക്കുന്ന ഒരു ശില്പവും പണി കഴിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ജനങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള സമർപ്പണങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ സമർപ്പിച്ചിരുന്നത് ഈ ചാക്മൂൾ എന്നുള്ള ശില്പത്തിൽ വെച്ചുകൊണ്ടാണ്. മായൻ സമൂഹത്തിന്റെ ഘടനയിൽ ഭരണം നിർവഹിക്കുന്ന രാജാക്കന്മാരും മറ്റു പ്രഭുക്കളും ഒക്കെയാണ് ഏറ്റവും പ്രമുഖർ. ഈ പ്രമുഖരായവരെല്ലാവരും തന്നെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള വിശ്വാസ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മായൻ ജനത ഇവരെ ദൈവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരായി കണക്കാക്കി. പുരോഹിതന്മാരാണ് എന്തെല്ലാം കർമ്മങ്ങൾ വേണമെന്ന് നിശ്ചയിച്ചിരുന്നതും ചെയ്തിരുന്നതും. ബുദ്ധിയിലും വിവേകത്തിലും ശകുനങ്ങൾ നിർവചിക്കുന്നതിലും ജ്യോതിശാസ്ത്രത്തിലും കണക്കിലും എഴുത്തിലുമെല്ലാം അഗ്രഗണ്യരായിരുന്നു ഇവർ. ചിച്ചൻ ഇറ്റ്സ നഗരത്തിലെ നിർമ്മിതികളുടെ വാസ്തുപരമായ പ്രത്യേകതകളും എടുത്തു പറയേണ്ടതാണ്. തനതായ മായൻ നിർമ്മിതികൾക്ക് പുറമെ പോസ്റ്റ് ക്ലാസിക് പീരീഡിൽ കടന്നു വന്ന ടോൾടെക്കുകാരുടെ സ്വാധീനവും ഈ നിർമ്മിതികളിൽ കാണാം. സമൂഹത്തിലെ ശ്രേഷ്ഠരായ വ്യക്തികൾ മരിക്കുമ്പോൾ അടക്കിയിരുന്ന സ്ഥലമെന്ന് കരുതപ്പെടുന്ന ദ ടോംബ് ഓഫ് ഹൈ പ്രീസ്റ്റ്, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിശ്രമിക്കാനുമെല്ലാം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ടെമ്പിൾ ഓഫ് വാരിയേഴ്സ്, യുദ്ധത്തടവുകാരുടെ തലയോട്ടികളുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന സ്കൾ വാൾ, ജാഗർ ടെമ്പിൾ തുടങ്ങിയവയെല്ലാം പുരാതന മെസോഅമേരിക്കൻ വാസ്തുനിർമ്മാണ ശൈലിയുടെ തനതായ പ്രത്യേകതകൾ ഉയർത്തിക്കാട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ചിച്ചൻ ഇറ്റ്സ നഗരത്തെ ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തതിൽ തീരെ അത്ഭുതപ്പെടാനുമില്ല. അടുത്തൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നമസ്കാരം.